ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും നമുക്ക് വളരെ തുണി കുറച്ചിട്ട് എങ്ങനെ അടിക്കാമെന്നുള്ളത്. ഞാൻ 3.5 മീറ്ററാണ് തുണിയും അതേപോലെ ലൈനിങ്ങും വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വി നെക്ക് വരുന്ന നെക്കും അതുപോലെ ഫുൾ സ്ലീവും പിന്നെ ഫുൾ ഗൗണുമാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തനെയാണ് മടക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ണം എടുക്കുന്നത് 12 ആണ്. ഇനി ഇങ്ങനെ ലെങ്ത്ത് എടുക്കുന്നത് 16 ആണ് ഇങ്ങനെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 12ഉം ഇവിടെ നിന്ന് ഇങ്ങനെ 16ഉമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാ തുണിയും നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഈ പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നെക്കും ഷോൾഡറും അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ സെയിമിൽ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക്, ഷോൾഡർ, കൈക്കൊക്കെ കട്ട് ചെയ്യാം. നെക്ക് ഞാൻ വി നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വി നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ 4 കൊടുക്കുന്നത്. നെക്ക് കൊടുക്കുന്ന 4. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ ഞാൻ 3.5 കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 2.5 ഇവിടെ നെക്ക്, നോർമൽ നെക്ക് എടുക്കൽ. അപ്പോൾ ഇത് വി നെക്ക് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോൾഡർ ഇവിടെ കുറച്ചിട്ട് 3.5 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോള് 7 കൊടുക്കണം. അപ്പം ആം ഹോൾ ഇങ്ങനെ 7 കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. ഇവിടെ ഞാൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ അളവ് കറക്റ്റിൻ്റെ അളവിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം ഞാനിതിങ്ങനെ റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് മാത്രമേ ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൈക്കുഴി കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം മാറ്റിയെടുത്തിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കൈക്കുഴി ഇതാ ഫസ്റ്റ് തന്നെ എടുത്ത് മാറ്റി. ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ രണ്ടും വേറെ വേറെ ആക്കി മാറ്റുക. ഫ്രണ്ട് വേറെ, ബാക്ക് വേറെ ആക്കി മാറ്റിയെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക. എന്നിട്ട് നമുക്കിവിടെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇവിടെ നിന്ന് ഈ ഒരു ലെങ്ത്ത് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ 6 കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 4 കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് വി നെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വി നെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വി നെക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ വരഞ്ഞു കൊടുക്കുക. ഇനി ബാക്കിനൊക്കെ ചെയ്യേണ്ടത്, ബാക്കിനൊക്കെ നമുക്ക് ഫ്രണ്ടിൽ 4 എടുത്ത പോലെ തന്നെ നെക്ക് എപ്പോഴും നമ്മൾ സെയിമാണ് എടുക്കുക. അതേപോലെ തന്നെ 4 കൊടുക്കുക. ഇനി ബാക്കിനൊക്കെ ഇറക്കം കൂടുതലൊന്നും വേണ്ട. അതുകൊണ്ട് ഞാനൊരു 3.5 ഇവിടെ കൊടുക്കുന്നത്. അതിവിടെ 3.5 കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് ലെങ്ത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ബാക്കിനൊക്കെ കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5 ഞാൻ എടുത്തത്. അരയിഞ്ച് ഷോൾഡറിന് വേണ്ടിയിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ലൈനിങ്ങും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഇത് വി നെക്കിൻ്റെത് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വി നെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ വി നെക്കായിട്ട് തന്നെ ഉള്ളൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് കാണുക. അപ്പോൾ ഞാൻ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് ജോയിൻ ചെയ്യുന്നതും ബാക്കി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഷോൾഡറും ഞാനിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഞാൻ ഇത്രയും കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ സെയിം വി നെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്കിതിന് കൈ വെക്കണം. കൈ വെക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കൈ വെക്കാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ഇതാ 4 മടക്കാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് എത്ര എന്നുള്ളത് നോക്കാം. ലെങ്ത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. 22.5 ഫുൾ ലെങ്ത്ത് വരുന്നത്, അതെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 10 വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 22.5 വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 എടുത്തിട്ടുണ്ട്. 10.5 വരുന്നുണ്ട്, അതെടുക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ 4 ഭാഗം വെച്ചിട്ട് മടക്ക് ഭാഗം വരുന്ന ഭാഗത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കൈയിൻ്റെ മടക്ക് ഭാഗത്ത് വരുന്ന ഭാഗമാണിത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗമാണ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഈ ഭാഗം കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെയും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്തുക. ഫസ്റ്റിനെ കൈ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയും ഷേപ്പിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ കൈ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഒരു ടെക്കിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ അടിക്കുമ്പോൾ കുറച്ചും കൂടെ സെൻറ്റർ എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും എടുക്കുക, അതേപോലെ ലൈനിങ് എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിനും ഇതേപോലെ തന്നെ സെൻറ്ററിൽ ടെക്കിട്ട് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് അടിയിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ തുണി വെക്കുക. അപ്പോൾ തുണീൻ്റെ നല്ല ഭാഗമാണല്ലോ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ തുണി ഇങ്ങനെ വെച്ചിട്ട് ഈ തുണീൻ്റെ നല്ല ഭാഗവും അതുപോലെ ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ അടിച്ചു കൊടുക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെയും ഇവിടം വരെ അടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം അടിക്കണം. 2 ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. രണ്ട് കൈയും ഇതാ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്ക് ഒരു ലൈസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ലൈസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈൻ്റെ സെൻറ്റർ എടുക്കുക. അതേപോലെ തന്നെ ഇതാ ഈ ലൈസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മേലെ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈസിൻ്റെ സെൻറ്ററും അതേപോലെ കൈൻ്റെ സെൻറ്ററും വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷേപ്പ് ആക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ കൈൻ്റെത് രണ്ടും നമ്മൾ ലൈസ് വെച്ചു. ഇനി നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്യണം. താഴെ ഭാഗം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്നിട്ടാണ് ഷേപ്പ് ചെയ്യുക. താഴെ ഭാഗം കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഷേപ്പ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇനി നമുക്ക് താഴെ ഭാഗം അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അംബ്രല്ല കട്ടുമല്ല ചുരുക്കിട്ടിട്ടുമല്ല അല്ലാത്തൊരു രീതിയിലാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.5 മീറ്റർ തുണി വാങ്ങിച്ചെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു മടക്കും കൂടി ഇങ്ങനെ മടക്കി നമുക്ക് എന്താക്കാം, ഇവിടെ നിവർത്തി വെക്കാം. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ തുണി ഇങ്ങനെ 4 മടക്കാക്കിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റ് 4 മടക്കാക്കിയിട്ട് ഇവിടെ വിരിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് തുണി കുറയുന്ന തുണി നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുണി കുറയുമ്പോൾ ഇപ്പോൾ അംബ്രല്ല കട്ടാണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും നമുക്ക് തുണി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഉടുപ്പ് അടിക്കാൻ പറ്റാതെ വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് 4 മടക്കി ഇനി അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതുണ്ടല്ലോ ഫ്രണ്ട് ഭാഗം, ഈ പീസും ഇതേപോലെ 4 മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതും ഇതേപോലെ കറക്റ്റാക്കി 4 മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിത് ഓൾറെഡി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 12 എടുത്തിട്ടുണ്ട്. നമുക്ക് 12 ഒന്നും വേണ്ട. നമ്മളെ അളവ് എത്രയാണോ എന്തായാലും കുറവായിരിക്കും. ഇത് നമ്മളെ വേസ്റ്റ് അളവാണല്ലോ. അപ്പോൾ ഇത് കുറവായിട്ടാണ് വരിക. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിടുത്ത് മൊത്തമായിട്ട് നമുക്ക് താഴെ ഭാഗത്തേക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെരിച്ച് വെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ നമുക്ക് 2 ഭാഗത്തേക്ക് വെക്കാനുള്ള 2 പീസ് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം. അപ്പോൾ ഇതെങ്ങനെ നിവർത്തി വെച്ചാൽ ഇത്രയും ഭാഗം നമുക്ക് കിട്ടും. ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് കൊടുക്കുക, ഇത് ബാക്ക് ഭാഗത്തേക്ക് കൊടുക്കുക. അപ്പോൾ 2 ഭാഗത്തേക്ക് വെക്കാനുള്ള പീസ് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്കിത് സെൻറ്റർ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും അടിച്ചു കൊടുക്കണം. അത് ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രണ്ടും ബാക്കും അടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ടെക്കിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഇവിടെ സെൻറ്ററിലും ഞാൻ ടെക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു പീസിൻ്റെ ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ, ഇതിൻ്റെതും നല്ല ഭാഗം വെച്ചാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനും നമ്മൾ എന്താക്കാം, ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ടെക്കിട്ട് കൊടുക്കുക, ഫ്രണ്ടിലും ടെക്കിടുക, ഇതേപോലെ ബാക്കിലും ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ വെച്ച് അടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല ഭാഗം ഇങ്ങനെ വെച്ചെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഇതിൻ്റെ മേലെ വെക്കുമ്പോൾ ഫസ്റ്റ് ഇതിനെ നല്ല പീസ് എടുക്കുക. അതുപോലെ ലൈനിങ് എടുക്കുക. അപ്പോൾ ലൈനിങ് എന്താക്കുക, അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ് ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന് നല്ല പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ഭാഗം വെച്ചാണ് അടിക്കേണ്ടത്. ഇനി ഇങ്ങനെ ഇതിൻ്റെ നല്ല ഭാഗവും അതുപോലെ ഇതിന് നല്ല ഭാഗവും
ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കണം. 2 ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗവും അതുപോലെ ബാക്ക് ഭാഗവും രണ്ടും അടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ലേസ് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേസിൻ്റെ സെൻറ്ററും അതേപോലെ ഇതിൻ്റെ സെൻറ്ററും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലേസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നേരെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഷേപ്പ് ആക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ആക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ലൈസും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഷേപ്പ് ആക്കണം. ഇത് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് 2 സൈഡും ഷേപ്പ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അത് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈ ഞാൻ ലേസ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ലേസ് കറക്റ്റ് വരുന്ന രീതിയിൽ ആണ് ഞാൻ എടുക്കുന്നത്. 5 ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തണം. ഫസ്റ്റ് ഷേപ്പ് സെൻറ്റർ അടയാളപ്പെടുത്തുക. ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുണീൻ്റെ എത്രയാണെന്ന് നോക്കിയിട്ട് തുണി കറക്റ്റ് 24 വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ 12 എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 10 അടയാളപ്പെടുത്തുക. ഇനി നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 വരുന്ന ഈ സെൻറ്റർ എടുക്കുക. ഇവിടെയും അതേപോലെ സെൻറ്റർ എത്ര എന്നുള്ളത് നോക്കുക. 24 വരുന്നിടത്ത് 12 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിവിടെ 10 എടുത്തത് കൊണ്ട് തന്നെ ഇവിടെ 9.5 എടുക്കുക. ഇവിടെ വരുന്നിടത്ത് അതേപോലെ തന്നെ ഇവിടെയും 9.5 എടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ മറ്റേത് ചെയ്ത പോലെ തന്നെ കൈയിൻ്റെ അളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 വരുന്ന രീതിയിൽ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ ഒരു നമ്മൾ 10 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഈ ഒരു 10ലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ 9.5ലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ താഴെ വരെ അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 കൊടുത്തെടുത്ത് ഇങ്ങനെ നേരെ അടിച്ചു കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 10 അടയാളപ്പെടുത്തുന്നത് ഇവിടുന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് 9.5 അടയാളപ്പെടുത്തിയെടുത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും അതേപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ താഴെ വരെ അടിച്ചു കൊടുക്കണം. അപ്പം 2 ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അപ്പം നമ്മളെ ഈ ഒരു ഗൗണ് മൊത്തമായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഫുള്ളായിട്ട് ഇതാ ലൈസ് വെച്ച് അതുപോലെ കൈക്കും ഇതേപോലെ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് കൈക്കും ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലും ഇതേപോലെ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ വരുന്നുണ്ട്, താഴെ വരെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗൗണ് വരുന്നത്. അപ്പം 3.5 മീറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. ആ ഒരു 3.5 മീറ്ററിൽ നമ്മളിപ്പം അംബ്രല അല്ലാത്ത അതുപോലെ ചുരുക്ക് വെച്ചിട്ടല്ലാത്ത നമുക്ക് ഗൗൺ അടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഉടുപ്പിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ എന്താക്കുക, ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.